ഹായ് ഫ്രണ്ട്സ്. കഥയിൽ ചോദ്യമൊന്നുമില്ലേ, അത് ചോദിക്കാനൊന്നും വരരുത്. ഞാനിപ്പോൾ 2 മാസമായിട്ട് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗെയിമിൽ എൻ്റെ ഓപ്പോസിറ്റുള്ളവർ അതിശക്തന്മാരാണ്. പിന്നെ പറയാൻ പറ്റാത്ത അത്രയും ശക്തന്മാരാണ്. അവരാണ് ഇച്ഛൻ്റെ വിരുത്തി. അവരാണ് സൂര്യൻ ഉദിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. എല്ലാം അവരാ തീരുമാനിക്കുന്നത്. അതിപ്പം നട്ടുച്ചയ്ക്ക് വന്നിട്ട് രാത്രിയാണ് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങണം. അയ്യോ രാവിലെ അല്ലേ എന്ന് ചോദിച്ചാൽ പെട്ടു. അപ്പം അങ്ങനത്തെ ഒരു ലോകത്ത് ഞാനൊരു ഗെയിമിലായിരുന്നു 2 മാസമായിട്ട്. അതിൽ ബാക്കിൽ നിൽക്കുന്നതും ഫ്രണ്ടിൽ നിൽക്കുന്നതും ഗോൾ അടിക്കുന്നതും എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക്. എതിരെ വലിയൊരു ഗ്യാങ് തന്നെയുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് വലിയ ഗ്യാങ്. ഗെയിമിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പന്ത് തട്ടും വേണം, ഗോളിയാവണം, എടുത്തുകൊണ്ടരും വേണം, ബാക്കിലും നിൽക്കണം, മുന്നിലും നിൽക്കണം. എൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാർ, ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര എല്ലാ തരത്തിലും യോഗ്യതയും സപ്പോർട്ടും സാമൂഹ്യ പ്രവർത്തനവും അവരാണെല്ലാം. ഓപ്പോസിറ്റുള്ളവർ ഭയങ്കര ഗ്യാങ്. ഞാൻ ഒറ്റക്ക് എല്ലാം ഞാൻ ചെയ്യണം. പിന്നെ ഗോളടിക്കണം, പിന്നെ ബാക്കിലും ഫ്രണ്ടിലും നടുക്കും എല്ലാം നിൽക്കണം. തട്ടുന്ന ആളെ എല്ലാം സ്വന്തം നേരിടണം. തട്ടി 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 കുഴിയിലിടാൻ നോക്കുന്നു. എങ്ങനെയും കുഴിയിൽ വീഴുന്നില്ല. പിന്നെയും പിന്നെയും ഞാൻ ഒറ്റക്ക് ഫ്രണ്ടിലും മുന്നിലും നടുക്കും നിന്ന് നേരിടുന്നു. പിന്നെയും 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 തട്ടുന്നു. എന്തായി എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇനി എന്ത് കൗണ്ടറും ആവാം. ഇനി നിങ്ങൾക്ക് ഓപ്പോസിറ്റിലെ ഗെയിം കളിക്കുന്നവർക്ക് കൗണ്ടർ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പം ഫൈനലിൽ ഞാൻ തന്നെ ജയിച്ചത്. ഇനി എൻ്റെ അപ്പുറത്ത് ഇനിയൊരു മത്സരം എനിക്കില്ല. ഇനി ഒരു മത്സരത്തിന് ഞാനില്ല. ഞാൻ ഗോളടിച്ചു. 0-10. ഞാൻ 10 ആണ്, അപ്പുറത്തെ 0 ആണ്. ഞാൻ ഒറ്റക്ക് ഗോളടിച്ചു. ഒറ്റപ്പാടാളെ തട്ടി നീക്കിയിട്ട് ഞാൻ ഗോളടിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വെരി ഹാപ്പി. അപ്പോൾ ഈ തോറ്റവർ ഈ ഒറ്റക്ക് ഗോളടിച്ച ആളെ കരുതേക്കാനും ന്യായീകരിക്കാനും പല പല വഴിയും കണ്ടെത്തുന്നു. അതെനിക്കൊരു വിഷയമല്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മേനെ കൊന്നാലും 2 അഭിപ്രായം ഉണ്ടാവും. കൗണ്ടർ അടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും. അതായത് തോറ്റു എന്ന് കാണുമ്പോൾ പിടിച്ചു നിൽക്കണം. അതിനു വേണ്ടി പലതും ചെയ്യും. പിന്നെ ഒരാളോടൊരു അഭിപ്രായം പറഞ്ഞാൽ ആ ആൾ അഭിപ്രായം കേൾക്കാണ്ട് ഡോറടക്കും. നമ്മളൊരാളെ വീട്ടിൽ പോയി, അവർ നമ്മളോട് സംസാരിച്ചു, തിരിച്ച് നമ്മളത് കേൾക്കാണ്ട് മുഖത്ത് നോക്കി വാതിലടക്കുന്ന സംസ്കാരമില്ല കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഒറ്റക്ക് ഗോളടിക്കും, ഒറ്റക്ക് പിറകിൽ നിൽക്കും, ഒറ്റക്ക് മുന്നിൽ നിൽക്കും. പിന്നെ ഒരു ബന്ധമില്ലാത്ത ആളെ സുഹൃത്താക്കും. സുഹൃത്തിൻ്റെ നമ്പർ വാങ്ങണം, മെസ്സേജ് അയക്കണം എന്നൊന്നുമില്ല. 1-2 പ്രാവശ്യം ഒരുമിച്ച് കാപ്പി കുടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പം ആ കക്ഷിയും വന്നിരുന്നിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല. അപ്പം പലതും ഇനി ആരോപിക്കപ്പെടാം. അതെല്ലാം കൗണ്ടറാണ്. ഇനിയുള്ള ആരോപണമെല്ലാം കൗണ്ടറാണ്. ഇപ്പം 0-10 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ഈ 0 ഇല്ലവർക്ക് പല രോദനം ഉണ്ടാവും. അവർക്ക് ഇപ്പം ഇനി നമ്പർ ഇടണം. ഏത് 0ൻ്റെ ബാക്കിൽ നമ്പർ ഉണ്ടെങ്കിൽ 0ന് വിലയുള്ളൂ. എൻ്റെ 0ൻ്റെ ബാക്കിൽ നമ്പർ ഉണ്ട്. ചിലർ 0ൻ്റെ ബാക്കിൽ നമ്പർ ഇല്ല. അപ്പം അവരാ നമ്പർ ഇടാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനി ഇടുന്ന നമ്പറോ ഇനി ഇടുന്ന കൗണ്ടറോ എല്ലാം ഗ്രാസ്. അപ്പോൾ ഐ ആം സോ ഹാപ്പി, ഐ ആം സോ പ്രൗഡ്. പിന്നെ രോദനങ്ങൾക്കൊന്നും സ്പേസ് ഇല്ല, കൗണ്ടറിനും സ്പേസ് ഇല്ല. നമ്മളൊരു കേസ് കൊടുത്താൽ കൗണ്ടർ കേസ് ഫയൽ ചെയ്യാം. ഒരു പ്രതിക്ക് എവിടെ വേണമെങ്കിലും നീതി തേടാം, ഇരക്കും പോവാം. നമുക്ക് ഒരുപാട്
ലിഖിതങ്ങളായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വിവരമുള്ള ആൾക്കാർ. അതിനെക്കുറിച്ച് അറിയാതെ കൗണ്ടർ അടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കൗണ്ടർ അടിക്കുന്നവർ ഒരിക്കലും അവരവരെ ഭാര്യേനെയോ മകളെയോ അമ്മേനെയോ ഒന്നും ചിന്തിക്കുന്നില്ല. കൗണ്ടർ അടിക്കുക, ഞാനാണ് ഭയങ്കരം എന്ന് തീരുമാനിക്കുക. മുട്ട് തയ്യാനും കാലിൻ്റെ വിരലിൻ്റെ എല്ലൊടിയാനും സ്ട്രോക്ക് വരാനും നട്ടെല്ലിന് പരിക്ക് പറ്റാനും മെമ്മറി പോവാനൊക്കെ ഒരു നിമിഷമേ വേണ്ടൂ. എന്നാലും ചിലർ വിടുന്നില്ല. അതായത് ഒരാൾ സ്വന്തമായിട്ട് ജീവിക്കുന്നു, സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ പ്രതികരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ഭയങ്കര അസ്വസ്ഥത. നമ്മളെപ്പോഴും ഇങ്ങനെ മിണ്ടാ പൂച്ചയായി താണ് കേണ് എപ്പോഴും റിക്വസ്റ്റ്. ഇപ്പം തന്നെ നമുക്കൊരു അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിടത്തും റിക്വസ്റ്റ് വേണ്ട, ആവശ്യപ്പെട്ടാൽ മതി. ചില ഊളകൾ ഈ ലോകത്തെ അല്ല, നമ്മൾ ആവശ്യപ്പെട്ടാൽ മതി. നമ്മൾ എവിടെയും പോയിട്ട് അപേക്ഷിക്കണ്ട, ഒരിടത്തും അപേക്ഷിക്കണ്ട. നമുക്കെല്ലാം ഇവിടെ സ്പേസ് ഉണ്ട്. നമുക്ക് ഭരണഘടനയുണ്ട്, സ്പേസ് ഉണ്ട്, നമുക്ക് നീതിന്യായ വ്യവസ്ഥയുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. എല്ലാ ബന്ധങ്ങളും നല്ലതാവണം എന്നില്ല. അല്ലെങ്കിൽ ഒരാളെ കൂടെ ഒരു കാപ്പി കുടിച്ചു എന്ന് വെച്ചിട്ട് അവൻ ചെയ്യുന്ന വൃത്തികേട് സഹിക്കണം എന്നില്ല. അതൊന്നും എവിടെയും എഴുതി വെച്ചതല്ല. പിന്നെ ഇതന്നെ ഗോളടിക്കാൻ കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു 10-200 ആൾ ചേർന്നിട്ട് ഒരാൾക്ക് എതിരെ മത്സരിക്കുക, ഓപ്പോസിറ്റിൽ ഒരു കക്ഷി മുന്നിലും പിന്നിലും ബാക്കിലും സെൻറ്ററിലും നിന്നിട്ട് ജയിക്കുക, ഇപ്പുറത്തുള്ള 200 ആളും തോക്കുക. അതൊക്കെ ഒരു വലിയ പ്രയാസമുള്ള കാര്യമല്ലേ. അപ്പോൾ കൗണ്ടർ വന്നുകൊണ്ടിരിക്കും, പണികൾ വന്നുകൊണ്ടിരിക്കും, പിന്നെ പുതിയ പണികൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കും. ഇതിലൊന്നും ഓപ്പോസിറ്റിലെ ആൾ തകരില്ല. അപ്പോൾ കൗണ്ടർ അടിക്കുന്നതെല്ലാം വെറുതെ. ഇതൊക്കെ ഇവരൊക്കെ തന്നെ തിരിച്ചു കിട്ടുന്നു. കാലം അതിഭയങ്കര സത്യമുള്ളതാണ്. കാലം കണക്ക് ചോദിക്കാണ്ട് പോയ കേസുണ്ടോ എവിടെയെങ്കിലും? ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ചിലത് വന്നു ചേരും. ഈ കൗണ്ടർ അടിക്കാർ പ്രതീക്ഷിക്കാണ്ടൊക്കെ ചിലത് കിട്ടും, 100% ഉറപ്പാണ്. ഞാൻ ഭയങ്കരമാണ്, ഞാനെല്ലാം ശരിയാണ്, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മനുഷ്യനാണോ? എല്ലാവരുടെ ഭാഗത്തും തെറ്റും കുറ്റവും വിവരക്കേടും എല്ലാം ഉണ്ടാവാം, എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെത് മാത്രമാണ് ശരി, ഞാനേ ശരി ചെയ്യുന്നുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം കേൾക്കണം, നിങ്ങളെല്ലാം തലയിൽ ഞാൻ അടിച്ചേൽപ്പിക്കും. അത് ശരിയല്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ തെറ്റ് തിരുത്തിയും കൊണ്ട് ശരികളിലേക്ക് പോവാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് വന്ന വീഴ്ചകൾ തിരുത്താം. അല്ലാണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കും. അത് പ്രതികരിച്ച പോലെ ഇരിക്കും. അത് പിറകിലും മുന്നിലും സെൻട്രലിലും എല്ലാം നിന്ന് ഗോളടിച്ചുകൊണ്ടിരിക്കും, ജയിച്ചുകൊണ്ടിരിക്കും. അതെൻ്റെ വിശ്വാസം. കേട്ടല്ലോ ഫ്രണ്ട്സേ?